നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാം ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,450 ദിവസമാണ്. മലയാളത്തിലെ കണക്കനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 12-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 6-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ഇത് ശുക്ലപക്ഷമാണ്. പഞ്ചമി തിഥിയുമാണ്. പഞ്ചമി തിഥി 5:57 വരെയുള്ള സമയത്ത് പഞ്ചമിയുണ്ട്. കരണം പുലിക്കരണമാണ്. അതും 5:57 വരെയുള്ള സമയത്തുണ്ട്. നിത്യയോഗം വരുന്നത് ശുഭ്രനാമ നിത്യയോഗമാണ്. അത് ഉച്ചയ്ക്ക് 1:17 വരെയുള്ള സമയത്താണ്. ഇന്ന് നാൾ ചിത്തിര നക്ഷത്രമാണ്. 8:43 വരെ. അത് കഴിഞ്ഞാൽ ചോതി നക്ഷത്രം തുടങ്ങുകയാണ്. ഞാറ്റുവേല മകം ഞാറ്റുവേലയാണ്. ഋതു വർഷ ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം വ്യാഴത്തിന്റെ ഗുരുവിന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:39 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:31:33 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 12 മിനിറ്റ് 54 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം. രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 1:56 തുടങ്ങി 3:28 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 9:21 മുതൽ 10:53 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 6:18 തുടങ്ങി 7:50 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് മീനക്കൂറുകാർക്കാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. അതായത് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. നൂതന പദ്ധതികൾ തുടങ്ങുക, യാത്ര പോവുക, ഇതൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:01 തുടങ്ങി 12:23 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ച് 12:27 മുതൽ 12:49 വരെയുള്ള സമയത്താണ്. ഇന്ന് നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. അത് 8:43 വരെയാണ്. അതിനുശേഷം ചോതിയാണ്. ശാന്തി കർമ്മങ്ങൾക്ക്, പൗഷ്ടിക കർമ്മങ്ങൾക്ക്, വാസ്തു സംബന്ധമായ കാര്യങ്ങൾ, ശില്പക്രിയ, ഭൂഷണാദികൾ, നൂതന ഭൂഷണാദികൾ ധരിക്കുക, നൂതന വസ്ത്രം ധരിക്കുക, യജ്ഞോപവീത ധാരണം മുതലായിട്ടുള്ളവ, കൃഷി, ഇതിനൊക്കെയും അനുയോജ്യമായിട്ടുള്ള കാലമാണ്, ദിവസമാണ്. തുടർന്ന് വരുന്ന ചോതി നക്ഷത്രം ക്ഷേത്ര നിർമ്മാണത്തിനും വിത്ത് വിതയ്ക്കുക, ബീജാവാപം മുതലായിട്ടുള്ളവയ്ക്കും എല്ലാ തരത്തിലുള്ള മംഗലകർമ്മങ്ങൾക്കും ചോതി നക്ഷത്രവും അനുകൂലമാണ്. പഞ്ചമി ആകട്ടെ, ഇന്ന് തിഥി പഞ്ചമിയാണ്. പഞ്ചമി എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും അനുകൂലമാണ്. ഇന്നത്തെ ദിവസം പുതിയ നൂതന കാര്യങ്ങൾക്കും ഒക്കെ ശുഭമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.